നമ്മളാണെങ്കിൽ നോക്കത്തില്ല, നമ്മളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മൾ മാത്രം പോയി. അവള് വീണു, അവളുടെ പുറകെ ഞാൻ വീണു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥി കൂടെ ഉണ്ട്. നാളുകൾക്ക് ശേഷം നമ്മുടെ വീഡിയോയിലൊക്കെ വരാനായിട്ട് എത്തിയിട്ടുണ്ട്. പൂജ ഹോളിഡേക്ക് അവൾ കോളേജിൽ നിന്ന് വന്നിരിക്കുവാണ് ഒരാഴ്ചത്തെ ലീവിന്. അപ്പോൾ ഞാൻ നമ്മളെ കാണാനായിട്ട് വന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് പൂജ നവരാത്രി ദിവസമാണ്. അപ്പം ഇന്ന് രാത്രി ഇപ്പം ഏകദേശം എത്ര 11 ഒരു 11:06 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പൂജാവതിക്ക്. അപ്പം അതിനായിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇന്നേ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ, സവാള കട്ടിയല്ല തൊലിയൊക്കെ പൊളിച്ചൊക്കെ വെക്കുവാണെങ്കിൽ നാളെ ടൈം ലാഭിക്കാം. അപ്പം ഞങ്ങൾ ഓർത്ത് ഇന്നേ അതൊക്കെ ചെയ്ത് വെക്കാം. മാത്രമല്ല ഇന്ന് നമുക്ക് ഒരാളുടെ എക്സ്പീരിയൻസ് അറിയണം. എന്തിന്റെ നിങ്ങൾ കണ്ടു കാണും. അതെ, എങ്കിലും ഞങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ കോളേജ് സേലത്താണ്, നാമക്കൽ. അപ്പൊ കഴിഞ്ഞ ദിവസം വിവാദമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. വിജയ് സാറ് പാർട്ടിയുടെ സമ്മേളനത്തിന് ഇവരുടെ കോളേജിലെതിരെയാണ് പാസ് ചെയ്തത്. അപ്പം ഇവള് കുഞ്ഞുനാള് മുതലേ ചെറുപ്പം തൊട്ടേ വിജയുടെ ഒരു വലിയ ആരാധികയാണ്. ജെമിനിയിൽ നമ്മളൊക്കെ ബോയ് ഫ്രണ്ടിനെ വെച്ചിട്ടും നമ്മുടെ ബോയ് ഫ്രണ്ടിനെ വെച്ചിട്ടും പാരൻസിനെ വെച്ചിട്ടും അല്ലെങ്കിൽ ഇല്ലാത്ത ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കിയൊക്കെയാണ് എല്ലാവരും ജെമിനി യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവള് എന്താ ചെയ്തത്, വിജയ് എന്നതുമായിട്ടുള്ള ജെമിനി അടിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഫാനാന്നല്ല, പണ്ട് മുതലേ വിജയ് ഫാനാണ്. അപ്പൊ നേരത്തെ മുതൽ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കാരണം നടക്കത്തില്ല, അങ്ങനെ ആരാധികയായിരുന്നു. പിന്നെ അപ്പം നമ്മൾ ഓർക്കുന്നില്ല ഇവള് വലുതാകുമ്പോ നഴ്സിംഗ് പഠിക്കാൻ നാമക്കല്ല് പോകുമെന്നോ ഇതുപോലെ വിചാരിക്കുന്നത്. അപ്പം കഴിഞ്ഞിടെ ഈ പ്രശ്നം നടക്കുന്നത്, അത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഇവളുടെ എക്സ്പീരിയൻസ് പറയാൻ വന്നു. അപ്പൊ നമുക്ക് സങ്കടത്തിന്റെ കാര്യമൊക്കെ വിടാം. അപ്പോൾ ഇവരുടെ കോളേജിൽ പാസ് ചെയ്തപ്പോൾ ഇവർക്ക് പെർമിഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഇവരുടെ ഏരിയയിൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത, അപ്പൊ ഇവർക്ക് കാണാനായിട്ടൊക്കെ ഞങ്ങളുടെ കോളേജ് ഹൈവേയില് അത് നിന്റെ എക്സ്പീരിയൻസിന്റെ കൊടുത്ത് പറഞ്ഞു. അപ്പം ഇവർക്ക് പെർമിഷൻ കിട്ടിയത് വെച്ചിട്ട് ഇവർക്ക് കാണാനായിട്ട് അവസരം കിട്ടി. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചോദിച്ചറിയുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ പരിപാടി നടക്കണം, ഇത് നടക്കണം. അപ്പം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞാ പോരെ, എന്ത് ഞാൻ ചെയ്യണം, ഇത് ഞാൻ ചെയ്യണം, ഇതൊന്നും നീ ചെയ്യണം. ഇഞ്ചിയുണ്ട്, സവാള, വെളുത്തുള്ളി ആൻഡ് സവാള. ഇതെപ്പം തീരുമെന്ന് നോ ഐഡിയ. ഓക്കെ, ഇഗ്നോർ ദ ഡ്രസ്സസ് ആൻഡ് ലെഗ്സ്. ഇതൊക്കെയാണ് ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. ഞങ്ങൾക്ക് ഇതുപോലെ കുക്കിങ്ങിലൊന്നും വലിയ ഇതുള്ള ആൾക്കാരല്ല. അപ്പൊ ഞങ്ങളുടെ ഇൻട്രസ്റ്റും ഇല്ല, തിന്നാൻ ഇഷ്ടമാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് കുറച്ചുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ പിച്ചാത്തി പിടിക്കലിലും അരിയലിലും ഒക്കെ എന്തെങ്കിലും അപാകതകൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് അല്ലേ. എനിക്ക് അടുക്കള കാണാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്തൊന്നും ഉണ്ടാക്കാൻ നമ്മളതൊക്കെ സാഹചര്യം ഈ വക സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ അതിന് എനിക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങൾ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞു. എന്താ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു? എന്താ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് നീ അങ്ങ് ഫ്ലോയിൽ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് എക്സ്പീരിയൻസ് അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇവളന്ന് കണ്ട ദിവസമാണ് വീട്ടിലോട്ട് പോരാനായിട്ട് ട്രെയിൻ കയറിയത്. അപ്പോൾ വിശദമായിട്ട് പറയാനായിട്ടൊന്നും സാധിച്ചില്ല, കാരണം ട്രാവലിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ ചോദിച്ചറിയാന്ന്. ഓക്കെ, അപകടത്തിനെ കുറിച്ചും പറയാം. ഓക്കെ. അപ്പോൾ
അപ്പം ഇവള് കണ്ട കാഴ്ചകളും ഇവക്ക് എന്തെങ്കിലും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോന്നും എല്ലാം നമ്മളെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പ്രൂഫുണ്ട്. അതെ, അത് ഞങ്ങൾ ആഡ് ചെയ്യും. അപ്പം എന്തായിരുന്നു കാണാനിടയായ സാഹചര്യം? എന്ത് പ്രോഗ്രാം ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്? പറഞ്ഞു. ഫസ്റ്റ് ഞങ്ങൾ കോളേജില് നിൽക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ അറിഞ്ഞു, ഇതുപോലെ ഒരു ശനിയാഴ്ച നാമക്കലും കരൂരും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റത്തില്ലെന്ന് അറിയായിരുന്നു. കാരണം ഞങ്ങൾ കോളേജിൽ നമ്മൾ പുറത്തോട്ട് നാമക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാമക്കലിന്റെ എൻഡിലാണ് ഞങ്ങളുടെ കോളേജ്. തൃച്ചിയിലോട്ട് പോകുന്നത്, തൃച്ചിയിലുള്ള അടുത്ത ജില്ലയാണ്. പോകുന്നതിന്റെ ഹൈവേയിലുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ കോളേജ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നാമക്കലിൽ ഒരിക്കലും പോകാൻ പറ്റില്ല. പിന്നെ വേറെ ഇയറുകാരെ എല്ലാം ശനിയാഴ്ചയാണ് വിടുന്നത്. അതുകൊണ്ട് മേ ബി അവർക്ക് കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ അവർ ബ്ലോക്കിൽ പെടുമായിരിക്കും. അതുകൊണ്ട് വിജയ് പോയി കഴിഞ്ഞിട്ട് ബ്ലോക്ക് കഴിഞ്ഞിട്ട് അവരെയും വിടും എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസ്. കണ്ണീര് വരുന്നത് ഇപ്പോഴയോ? ഇപ്പോഴയോ? ഇത് ചുരണ്ടിയതാ. നീ ചൊരണ്ട തൊലി കൊടുത്തിയ എനിക്കൊരു തമിഴിന്റെ ഫോട്ടോ എടുത്തോട്ടെ. ഒന്ന് വരുമോ? ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ എവിടെ വിട്ടെ? ശനിയാഴ്ച. ഓക്കെ, ശനിയാഴ്ച ഇപ്പം ബാക്കി ഇയറുകാരൊക്കെ വിജയ് പോയി കഴിഞ്ഞ് ബ്ലോക്ക് വഴിയാണ് അവരെ വിടാം. പക്ഷെ ഞങ്ങളുടെ ഇയറുകാരെ മാത്രം വരുന്ന തിങ്കളാഴ്ച വിടാനാണ് ഫസ്റ്റ് അറിയിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് എക്സ്റ്റേണൽ ക്ലാസ് ഉണ്ട്, പുറത്തുനിന്ന് ഡോക്ടർമാരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ നമ്മുടെ ഇത്ര അടുത്ത് വന്നിട്ട് കാണാൻ പറ്റുന്നില്ലെന്നൊരു സങ്കടമുണ്ട്. പക്ഷെ അത് അത്ര വലുതായിട്ടൊന്നും ഇതാക്കുന്നില്ല. എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴും പറയും എന്തുവാ സീനിയേഴ്സിനെ വിടുന്നുണ്ട്, ഞങ്ങക്ക് ഈ ടെറസിന്റെ വെള്ളം നിന്ന് കാണാൻ പറ്റുമായിരിക്കും. അതെ, പക്ഷെ ഞങ്ങൾ വിചാരിക്കും ജസ്റ്റ് പാസ് ചെയ്ത് പോകും, അങ്ങനെയല്ലേ വിചാരിക്കും. നമ്മളെ ക്ലാസ് ആയിരിക്കും ആ സമയത്ത് ശനിയാഴ്ച ഒക്കെ. ഓക്കെ, തുടങ്ങി പടം. ഇതരിയണ്ട, ചുമ്മാ പൊളിച്ചിട്ടാ മതി. അതൊക്കെ ചേട്ടൻ തന്നെ. അപ്പം ഓക്കെ, മാറ്റി വെക്ക്. അന്നേരം പിന്നെ കറക്റ്റ് ബുധനല്ല വ്യാഴാഴ്ചയായി. വ്യാഴാഴ്ച ഞങ്ങളുടെ റിസൾട്ട് വന്നു, പാസ്സായി. ചെലവ് ചെയ്യായിരിക്കും. ഞാൻ ജസ്റ്റ് പാസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചതും കരുത്ത് പിടിച്ചത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല മാർക്ക് എനിക്ക് കിട്ടി. അതിൽ ഭയങ്കര ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളെ ശനിയാഴ്ച വിടാം എന്നുള്ളൊരു ന്യൂസും കൂടെ വരുന്നത്. അതും ഇതുപോലെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞിട്ട് വിടാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞങ്ങൾക്കും ആഗ്രഹം അതാണ്. കാരണം ബ്ലോക്കിൽ കിടന്ന് പെടുക എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത അവസ്ഥ, നമുക്ക് കാണാനും പറ്റത്തില്ല. നമ്മൾ ആ ചൂട്, അവിടത്തേക്ക് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അത് ബസ്സിനകത്ത് കൂടി ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഒരുമാതിരി ചട്ടയിൽ വീട്ടിലുണ്ടെന്ന്. അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ചയായി, വെള്ളി കഴിഞ്ഞു, ശനിയായി. ശനിയാഴ്ച ആയപ്പം മോർണിംഗ് ഞങ്ങൾ അന്ന് ശനിയാഴ്ച പൂജയുടെ ആഘോഷമാണ്. പൂജയുടെ പരിപാടി കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഒഴിയുന്ന സമയത്തേക്ക് വിടാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം പൂജയുടെ പരിപാടിക്ക് ഞങ്ങൾ എല്ലാ 8:45 താഴെ വന്നു. താഴെ വന്നപ്പോൾ എന്താ, ഞങ്ങളുടെ സീനിയർ ചേച്ചിമാര് ഈ ഒരു കൊടിയുടെ സംഭവമുണ്ട്, ഷാളൊക്കെ ഉണ്ടല്ലോ, പാർട്ടിയുടെ ഷാള്, അത് ഇട്ട് കോളേജിന് വെളിയിലല്ല അകത്തിങ്ങനെ നിൽക്കുന്നു. എല്ലാരും ഗേറ്റിന്റെ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഡേ സ്കോളേഴ്സ് വന്നിട്ട് പറഞ്ഞത്, വിജയ് ഇതുപോലെ തിരുച്ചി എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്, നാമക്കൽ എത്തണമെങ്കിൽ എന്തായാലും. നിങ്ങൾ എങ്ങനെ അറിഞ്ഞ? ഡേ സ്കോളേഴ്സ് അവർക്കറിയാലോ, അവര് ന്യൂസ് കാണുന്നവരല്ലേ. അപ്പം ഞങ്ങളുടെ കോളേജിന്റെ മുന്നിൽ കൂടെ പോയാലേ നാമക്കൽ റീച്ച് ആകും തിരുച്ചിന്ന്. അത് കേട്ടപ്പോ എല്ലാവർക്കും ആവേശമായി. അപ്പോഴത്തേക്ക് ടീച്ചർമാരും ഇളകി. അവർക്കും എന്താ, അവരുടെ ആക്ടർ അല്ലേ, അപ്പൊ അവർക്ക് അതിൻ്റെതായ ആവേശം. ഞങ്ങളുടെ പ്രിൻസിപ്പൾ നല്ലൊരു മനുഷ്യൻ. എല്ലാവർക്കും എന്താ, ഒരു സിനിമ കാണാൻ വരുന്ന പറയുമ്പോൾ എല്ലാവർക്കും കാണാനൊരു തര കാണും, അതുണ്ട്. അപ്പം
ഞങ്ങളെ പ്രിൻസിപ്പാളിനെ വിളിച്ചു പെർമിഷൻ എടുത്തു. പെർമിഷൻ എടുത്തിട്ട് കറക്റ്റ് 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും, അത് ഹൈവേയിൽ ഒരു മരം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിരന്ന് പിടിച്ച് നിൽക്കും. ഞങ്ങളുടെ കോളേജുകാർ ഞങ്ങൾ കോളേജുകാരെല്ലാം നിൽക്കുന്ന കണ്ടപ്പോഴാണ് അടുത്തടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നത്. അന്നേരമാണ് അവിടൊക്കെ ഇത്രയും വീടുണ്ടെന്ന് ശരിക്കും ഞങ്ങൾ അറിയുന്നത്. അത്രയും ജനങ്ങളെ കണ്ടപ്പോ എന്നിട്ട് ഇങ്ങനെ വെയിലത്തെല്ലാം കുത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ ഓരോ ഇങ്ങനെ അറിയാം ബൈക്കിൽ ഇങ്ങനെ കൊടി വെച്ചൊക്കെ പോകുമ്പോ നിങ്ങളുടെ തലയ്ക്ക്. അന്നേരം ഞങ്ങൾ വന്ന് നോക്കും വരുന്നതാണോ അപ്പൊ അല്ല. അങ്ങനെ ഒരു 100-150 തൊട്ട് അവസാനം എനിക്ക് ദേഷ്യമായി. എന്തിനു ചുമ്മാ കിടന്ന് കാറുന്നേ? നമുക്ക് അത് മടുക്കൂടി. നമ്മൾ ദൂരെ ഓടി വന്ന് നോക്കും, പുള്ളിയല്ല വേറെ ആൾക്കാർ പോകുന്നതിനെ കിടന്ന് അലയ്ക്കുന്നേ. അങ്ങനെയൊക്കെ തമിഴുള്ള ഇതുണ്ട്. അവർക്ക് എന്ത് കണ്ടാലും ഭയങ്കര ആവേശം. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കറക്റ്റ് 12:15 പുള്ളി വന്നെന്ന് പറഞ്ഞാൽ മറ്റേ ബസ്സിനകത്ത് തങ്ങൂന്ന് വന്നപ്പോഴേ നല്ല തരവാണ്. ഞങ്ങളെല്ലാരും ഭയങ്കര ഇടിച്ചിടിച്ചിടിച്ച് നിൽക്കും എല്ലാരും. പുള്ളി ദൂരേത് വന്നു. ഇനി ഗ്ലാസിനകത്ത് ഫസ്റ്റ് മറ്റേ ബസ്സിന്റെ ഗ്ലാസിനകത്ത് ഇടകണ്ടേ. അന്നേരം എനിക്ക് ശരിക്കും സിനിമ കാണുന്ന പോലെ, സ്ക്രീനിൽ കാണുന്ന പോലെ, മീൻസ് നമ്മൾ ഗ്ലാസിനകത്തൂടല്ലേ കാണുന്നത്, ടി വിക്കകത്തൂടെ കാണുന്ന പോലെ. അന്നേരം ഞാൻ എന്റെ ഫ്രണ്ട് ഗണ്ണിന്റെ പുറകെ നിൽക്കുക. അവളെ ഞാൻ വിളിച്ച് ഫ്രണ്ട് അവളെ വിളിച്ചെന്റെ ഫ്രണ്ടിലോട്ട് നിർത്തി. അങ്ങനെ പുള്ളി ഞങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് മറ്റേ ഗ്ലാസിനകത്തൊക്കെ ബിഹൈൻഡ് ബുക്സ് അതിനകത്തുണ്ട്. അപ്പൊ ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ നേരം പുള്ളി ഗ്ലാസ് ഇങ്ങനെ മാറ്റുന്ന വീഡിയോ ഒക്കെ. പക്ഷെ ആ വീഡിയോ ഒക്കെ അതിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ റോഡായിരുന്നു. അതിന്റെ യഥാർത്ഥ എക്സ്പ്രഷൻ ചെയ്ത് ഒരാൾ കാണിക്കും. അത് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതും ആഡ് ചെയ്യാം. എന്റെ ഒരു വൃത്തികെട്ട ഫോട്ടോ ഒന്ന് കിട്ടിയിട്ടുണ്ട് ബിഹൈൻഡ് വുഡ്സിൽ. ഞാൻ ആവേശം നമ്മള് അവര് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് നമ്മൾ അന്നേരം വില വെക്കുന്നില്ല. അന്നേരം ആവേശത്തിന് പുള്ളി ഇതുപോലെ നമ്മള് കണ്ടപ്പോ ശരിക്കും സുന്ദരൻ. ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്ത് സുന്ദരനാണ്, ഒരു ബേബി ഫേസ്, അമൂൽ ബേബി ഫേസ്. ഇങ്ങനെ ചൊള്ളയിനെ പുറത്തെടുക്കാന്നു, അതുപോലെ ഭയങ്കര സുന്ദരൻ. സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല, ശരിക്കും നേരിട്ട് കാണാനാണ് നല്ലത്. ഭയങ്കര ഭയങ്കര ഗ്ലോ. പുള്ളി മാത്രം ഇങ്ങനെ ഭയങ്കര ഗ്ലോ, സൂര്യനെ കൊതിച്ച് നിൽക്കുന്ന പോലെ. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകാനാണ് മെയിൻ ഹൈലൈറ്റ്. എന്റെ ഇപ്പുറത്ത് എന്റെ ഫ്രണ്ടിലായിട്ട് നിന്നത് ഞാൻ ക്ലാസ്സിലെ നന്ദന എന്ന് പറയുന്ന കുട്ടിയാണ്, മലയാളിയാണ്. അവൾക്ക് എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ കൈ കൊടുക്കും, ചിലർക്ക് കൈ കിട്ടി. അപ്പൊ അവളിങ്ങനെ കൈ കൊടുക്കാൻ കോളേജ് ചിലർക്ക് കൈ കിട്ടി. അപ്പൊ അവളിങ്ങനെ കൈ നീട്ടി അവൾക്ക് എന്തായാലും കിട്ടിയേനെ. ഇങ്ങനെ പോയി. അപ്പോഴത്തേക്ക് ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് അവിടെ കണ്ടോണ്ടൊരു പുള്ളിക്കാരൻ കൈ കൊടുക്കാൻ വേണ്ടി ഇടിച്ചു തള്ളിക്കയറി വന്നു ഞങ്ങളുടെ ഇടയിലോട്ട്. അന്നേരം ബാലൻസ് പോയി അവള് വീണു. കാരണം എല്ലാരും ഇടിച്ചിട്ട് നിൽക്കുക. ബാലൻസ് പോയി അവള് വീണു, അവളുടെ പുറകെ ഞാൻ വീണു, എന്റെ പുറകെ നിന്ന് എല്ലാരും വീണു. ഞങ്ങൾ മറിഞ്ഞു കുത്തി വീണു. സ്പോട്ടിൽ എന്റെ ചെരുപ്പ് പൊട്ടി. എന്റെ ചെരുപ്പ് നന്നായിട്ട് പൊട്ടി. അപ്പം എല്ലാരും പെട്ടെന്ന് എങ്ങനെ എണ്ണീക്കാൻ നോക്കാം. അപ്പം വിജയ് അത് കണ്ടിട്ട് പുള്ളി പറഞ്ഞു എന്നമ്മ എണ്ണീക്കുന്നു ഇങ്ങനെ പറഞ്ഞു. എല്ലാരും ഇങ്ങനെ എണ്ണീക്കെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ കിടന്നു എണ്ണീക്കണമെന്നില്ലേ, ഞങ്ങൾ അവിടെ കിടന്ന് ആലോചിക്കുമ്പോ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആലോചിക്കുമ്പോ അതൊക്കെ ഒരു അതെ ആകേണ്ട കാര്യമാണ്. പക്ഷെ ഞങ്ങള് അന്ന് കോളേജ് പിള്ളേരുണ്ടായതുകൊണ്ട് മാത്രമാണ്, പിന്നെ അവിടുത്തെ കുറച്ച് നാട്ടുകാരും അത്ര ഉള്ളതുകൊണ്ടാണ്. എന്നിട്ടും തള്ളു. അതാ ഞാൻ പറയുന്നത്, ഇവരെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെയാണ്. അന്നേരം വേറെ ആരും നമ്മൾ ആലോചിക്കത്തില്ല, എങ്ങനെയും നമുക്ക് കാണണം, നമുക്ക് കൈ കൊടുക്കണം, അങ്ങനെ ഒരു ചിന്തയാണ്. അതുകൊണ്ടല്ലേ ഈ ചെറിയ പിള്ളേരെ നിന്നിട്ട് ആ പുള്ളിക്കാരൻ ഇടിച്ചു കയറും നാളെ തെള്ളിയിട്ട്. അന്നേരം ഇപ്പൊ ഞങ്ങള് പുറത്താ വീഴുന്നെങ്കിൽ ശ്വാസം മുട്ടിയാണ്. ഞങ്ങളൊരു ലൈനായിട്ടാ വീണത്. അങ്ങനെ വീണു. പുള്ളിക്കാരൻ എണ്ണീക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് വണ്ടി മൂവായി ഫ്രണ്ടിൽ പോയി. ഞങ്ങൾ എണ്ണീറ്റ് ചെരുപ്പ് നോക്കിയപ്പം അവിടെ നിന്ന് ആരൊക്കെയോ പറഞ്ഞു ചെരുപ്പൊന്നും ഇപ്പൊ നോക്കണ്ട, ഇടിച്ചിടിച്ച് പുള്ളിയുടെ പുറകെ ഇപ്പൊ തെള്ളു വരും, നിങ്ങൾ കയറി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറിപ്പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി എന്ന് പറയുന്നത് മൊത്തം എന്തുവാ പുള്ളിയുടെ സൗന്ദര്യം. എന്നിട്ട് ഈ മാൻസ് അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, മീൻസ് അല്ലാതെ ഇഷ്ടമുള്ളവര്, അവരൊക്കെ പറയുന്നത് ഇത് തന്നെ. എന്ത് സൗന്ദര്യം,
എൻ്റെ കണ്ണ് ഞങ്ങൾക്ക് സവാളയുടെ ഇതുകൊണ്ടാണ്. ഇതുകൊണ്ടുകൊണ്ട് എനിക്കിതരിഞ്ഞു. എനിക്കില്ലടി ഇങ്ങനെ കറങ്ങി വരുന്നത്. കഴുകണം ഫേസ്. ഷോർട്ട് ബ്രേക്ക്. എന്റെ കഥ കേട്ടിട്ട് അതെ, തമിഴിനെയാണ് അങ്ങനെയൊക്കെ വരും. എന്റെ മൂക്കൊലിക്കും. നല്ല പ്രശ്നങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞ കഴുകിട്ട് വരാൻ. കഴുകാന്നു ഇപ്പൊ കഴുകിട്ട് വരാം. നീയോ കഴുകിട്ട് വരാം. വി ആർ ബാക്ക്. കണ്ണിരിഞ്ഞ കണ്ണ് നല്ലോണം ആകതാ ഇത്ര സവോള രണ്ടുപേരുടെ ആകെ 3, 4, 2, 6 സവോള തൊലി കളഞ്ഞപ്പത്തേനെ ഞങ്ങളതിനെ വിട്ടു. അതാണ് ഞങ്ങളുടെ ആത്മാർത്ഥത എന്ന് മാത്രം. അത് നമുക്ക് സവാള ലാസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കുറച്ച് നടക്കത്തില്ല. അപ്പം ബാക്കി പറഞ്ഞു. അത് തന്നെ ഞങ്ങള് എല്ലാവരും ഭയങ്കര ഹാപ്പി. ടീച്ചേഴ്സ് അതിനിടയ്ക്ക് വേറൊരു കോമഡി. ഈ വഴി കൂടെ പോകുന്നവരൊക്കെ ഈ ഷാൾ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. അതിന് ടീച്ചേഴ്സ് കിടന്ന് അടി ഉണ്ടാക്കും. ടീച്ചർമാര് ഷാളിന് വേണ്ടിയിട്ട് പുള്ളി തരുമ്പോ ഷാളിടാൻ വേണ്ടിട്ട് അതൊക്കെ എപ്പോഴും ഓളായിരിക്കും അങ്ങനെ അവര്. അപ്പം അത്രമാത്രം എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട് പോയി കഴിഞ്ഞപ്പോഴും എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂർ കഥ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ആ കണ്ട ആ നിമിഷം നമ്മൾ അറിയാതെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അൻഫ. അവൾ അത്ര നേരം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പുള്ളി ഇങ്ങനെ അവളെ നോക്കി അവള് ഇങ്ങനെ ആ ഒരു മൂഡിലിട്ട് പോയി. പിന്നെ എനിക്ക് ഇഷ്ടമില്ല ഇഞ്ചി. അപ്പം സൗണ്ട് ഒരുപാടി നീ പറഞ്ഞ കേൾക്കത്തില്ലായിരിക്കും മേ ബി. അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങനെ എല്ലാരും ഭയങ്കര ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞില്ലേ കൈ കൊടുക്കാൻ പോയുള്ളൂ. അവളൊരു കടുത്ത സൂര്യാരാധികയായിരുന്നു. അവളും എക്സൈറ്റ്മെന്റ്, ഓവർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവള്. പക്ഷെ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. 1 മിനിറ്റിനാണ് അവളെ കൈ കൊടുക്കാനുള്ള അവസരം പോയത്. അത് അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിലും ഞങ്ങൾ എക്സ്ട്രാ ഹാപ്പി. ബിക്കോസ് ഞങ്ങൾ വീട്ടിൽ പോവാണ് ഉച്ചയ്ക്ക്. പുള്ളി പ്രസംഗം കഴിഞ്ഞ് നാമക്കൽ ചെന്ന് നാമക്കലിന്റെ നാമക്കലിന്റെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വലിയ ബ്ലോക്ക് ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വിട്ടവര്. ഉച്ചയ്ക്ക് വിട്ട് ഞാൻ ഞങ്ങൾ 9 മണിയുടെ ട്രെയിനാണ് നാട്ടിലോട്ട് വന്നത്. ഇപ്പൊ നൈറ്റ് ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂസിലൂടെ കണ്ടത് ഇതുപോലെ കരൂര്, നാമക്കലിന് തൊട്ട അടുത്ത സ്ഥലമാണ് കരൂര്. അവിടെ ഇതിന് മാത്രം മരണം നടന്നു. പക്ഷെ ഞങ്ങൾ കണ്ട ആ സന്തോഷത്തിൽ പക്ഷെ ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് എന്തോ പോലെ. കാരണം കൊച്ചു പിള്ളേര് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചെന്ന് അറിഞ്ഞപ്പം എന്തോ ഒരു വിഷമം. അത് ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഞങ്ങളും അത്തള്ളു കൊണ്ടു. നമുക്കറിയാം ഒരാളെ കാണുമ്പം. അപ്പം അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എന്തുമാത്രം ആളുണ്ടാവും ഊഹിക്കാൻ. അതെ, ഞങ്ങളുടെ ഇടയിൽ തന്നെ മുട്ടം തള്ളു. അപ്പൊ പിന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരുമിച്ച് കൂടി എങ്ങനെ ഇരിക്കും. അത് തന്നെ. പിന്നെ ഈ പിള്ളേരെ കൊണ്ടൊക്കെ അങ്ങനെ ചിരിയുള്ള പൊടി പിള്ളേരെ കൊണ്ട് വരുന്ന എന്തിനാ പറയാം. പിന്നെ അവർക്ക് ഒരു ഇതിനു വേണ്ടി കൊണ്ടുവന്നു. അതെ, ഇപ്പൊ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഇരിക്കുന്ന ആ മാം ആണെങ്കിൽ പോലും മാമിന്റെ കുഞ്ഞിനെ കൊണ്ടാവുന്നത്. അത് വലിയ വെച്ചാണ് പുള്ളിക്കാരി കുഞ്ഞിന് ഷാളൊക്കെ ഇട്ട് എടുത്തോണ്ടൊക്കെ നിന്ന്. പക്ഷെ ഈ തിരക്കിന്റെ ഇടയിൽ ഇവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുമെന്ന്. അതെ, അതൊക്കെയാണ് പറ്റിപ്പോയത്. ആരും കാര്യം കരുതി കൂട്ടി ചെയ്യുന്നതല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവര് ചോദിച്ച സ്ഥലം അതല്ല. ഇച്ചിരി നല്ല വലിയൊരു സ്ഥലമുണ്ട്, അതാ ചോദിച്ചത്. പക്ഷെ ചന്ത അങ്ങനെ കണ്ട സ്ഥലമാണ് കൊടുത്തത്. പക്ഷെ അവര് അതങ്ങ് ഒഴിവാക്കണമായിരുന്നു. പറ്റിപ്പോയത്. പിന്നെ വാട്ടർ ബോട്ടില് വെള്ളത്തിന്റെ പ്രശ്നം അത് തന്നെയല്ല. ഇപ്പൊ വിജയ് തന്നെ മണ്ടയ്ക്കൊന്നൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അന്നേരം നമുക്കൊരു അപകടം വരുന്നുണ്ട്. ഇപ്പം ദാഹിക്കാത്തവരാണെങ്കിൽ പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടുന്നു എന്ന് പറഞ്ഞ് ചാടി അങ്ങനത്തെ മൈൻഡാ. അങ്ങനത്തെ ഒരു വൈബാണ് അവര്. അത് അവരങ്ങനെയാണ്, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പം അങ്ങനെ അപകടം തന്നല്ല. ഇതിന്റെ ഇടയിലേക്ക് കുറെ ആംബുലൻസുകൾ കടന്നു വന്നു പറയുന്നു.
ആളുകളൊന്നും ഇല്ലാതെ, അതറിഞ്ഞായിരുന്നു? ഇല്ലല്ലേ? ആളുകളൊന്നും ഇല്ലാതെ തന്നെ കുറെ ആംബുലൻസുകൾ ഇതിന്റെ ഇടയ്ക്ക് കൂടെ പാസ് ചെയ്തു. ഇതൊക്കെ എന്തോ ഒരു എന്തോ ഒരു തെളിവ്. അല്ല, ആംബുലൻസുകൾ പോയെന്ന് അവിടെ കണ്ടിരുന്ന പ്രേക്ഷകര് ന്യൂസ് ചാനലിൽ കൊടുത്ത റിപ്പോർട്ടാണ്. ഇതുപോലെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസ് അന്നേരം ഒരു ആംബുലൻസ് വരുമ്പോ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മാറിക്കൊടുത്ത്. ഇപ്പൊ എല്ലാരും നീങ്ങുമ്പോ ഇടി. പിന്നുള്ളത് കരണ്ട് കെട്ടി. പുള്ളി എവിടെ സംസാരിക്കാൻ പോയാലും ഇവിടുത്തെ കരണ്ട് കട്ട് ചെയ്യുന്നത് ഈ പരിപാടിയാണ്. അവരതിന്റെ ഭാഗത്തുനിന്ന് ന്യായീകരിക്കുന്നതെന്ന് പറയുമ്പോ ഇപ്പൊ പുള്ളിയെ കാണാൻ വേണ്ടി ഇതില് കമ്പിയിലൊക്കെ വലിഞ്ഞു കയറും, അതുകൊണ്ട് കട്ട് ചെയ്തതെന്നാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ന്യായം. പിന്നെ ഇവര് ഇപ്പം 10,000 പേര് വരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത്രയും പേര് വരുമെന്ന് പോലീസുകാർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ എത്ര പേര് പറയും? ഇതൊക്കെ കട്ട് ചെയ്തോ? അല്ല, ഇതൊക്കെ നമ്മള് വളർന്നു വരുന്ന വിഭക്തങ്ങളല്ലേ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ അവകാശമില്ല. എന്തായാലും പോയപ്പോ ആർക്ക് പോയി? വീട്ടുകാർക്ക് പോയി. മരിച്ചോടെ ഇപ്പം സഫർക്കേഷൻ വരുമ്പോ നമ്മൾ അന്നേരം ഇവിടുന്ന് സ്ഥലം വിടുക. നമ്മുടെ ജീവന് എന്തെങ്കിലും അതാണ് ആദ്യം നോക്കേണ്ടത്. അവർക്കൊക്കെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ഫീലിലൊക്കെ അവർ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ പുള്ളി ഇന്നലെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് പറഞ്ഞായിരുന്നു, മറ്റേ ഇവരിതുപോലെ ആംബുലൻസ് പോകുന്ന കാര്യമൊക്കെ അവിടെ ചെന്ന ജനങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോ ദൈവം വന്ന് എന്റെ കൺമുന്നിൽ നിന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. മീൻസ് എല്ലാരും ഇപ്പം പുള്ളി എന്താ ചെയ്തെന്നാണല്ലോ പറയുന്നത്. അവസാനം പുള്ളിയുടെ സമയത്താണ് കാര്യങ്ങൾ ഇപ്പൊ അവിടെ എന്ത് പ്രശ്നം നടന്നാലും ഓക്കെ ഉത്തരവാദിത്വം എടുക്കണമായിരുന്നു. അത് ഓക്കെ. പുള്ളിയുടെ ഒരു പാർട്ടി ഇത്തരം ജനങ്ങളെ കണ്ടപ്പോ എതിർ ആൾക്കാരൊന്ന് ഭയന്നു. അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ കണ്ടതെന്നും തോന്നുന്നു ഈ സംഭവം. അവരിപ്പോ CBI അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അവരുടെ പുള്ളിയുടെ പാർട്ടിക്കാര്. അപ്പം എത്ര മരണം നിലവിൽ? 40 41 മരണം. 41 മരണം സ്ഥിരീകരിച്ചതിനകത്ത് ഒരു നവവരനും വധുവും അങ്ങനെയൊക്കെ കുറെ. പിന്നെ 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ബിരിയാണി കട നടത്തുന്ന 2 മക്കളും ഭാര്യയും വെച്ച് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. പരിക്കുകളാണ്. പുള്ളി എന്തിനാ രക്ഷപ്പെട്ടല്ലേ? പുള്ളി രക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയ ശിക്ഷ. കാണാൻ വേണ്ടിട്ട് 10 കിലോമീറ്റർ താണ്ടി വന്ന ആളാണ്. എന്ത് പിന്നെ ഒരു വാർത്ത എന്താ, ഓൾറെഡി ഭർത്താവോ നീയാണോ എന്നോട് പറഞ്ഞത്? ഒരു വട്ടം വിജയെ കാണാൻ പോയിട്ട് നേരത്തെ ഒരു പുള്ളിക്കാരന് കാലിന് പരിക്ക് പറ്റിയിട്ടുള്ളതാ. ഞാനല്ല. പരിക്ക് പറ്റിയതാ ഇതിനു മുമ്പ്. അപ്പൊ പുള്ളി പോയില്ല, ഭാര്യയും കൊച്ചുകൂടെ പോയി എന്നിട്ട് കാണാൻ. അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർ പഠിക്കത്തില്ല. എന്നുവെച്ചാ വിജയെ കാണരുത്, ആരാധിക്കരുത് അങ്ങനൊന്നും അല്ല. എന്തൊക്കെ പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, ലാസ്റ്റ് നമ്മുടെ ഫാമിലിക്ക് പോകത്തുള്ളൂ. നമ്മുടെ സുരക്ഷ ഫസ്റ്റ്. അതിപ്പോ നമ്മുടെ ഈ വിജയുടെ വിഷയത്തിൽ മാത്രമല്ല, എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ മെസ്സി വരാൻ പോകുന്നു പറയുന്നു. അതെ, അപ്പം ഇത് നമ്മളെ കൺമുന്നിൽ കാണിച്ചത് ഒരു പാഠമായിട്ട് എടുത്ത് നമ്മൾ പെരുമാറണം. എന്ന് വെച്ചാൽ ആരും കാണാൻ പോകരുത് അങ്ങനൊന്നും അല്ല. നമ്മളെ തന്നെ നമ്മളെ ഒരു സമീപനം പാലിക്കണം. ആൾക്കാർ തിരക്ക് കൂട്ടുന്നതൊക്കെ ഇടമാണെങ്കിൽ മാക്സിമം നമ്മൾ അവിടുന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ തെളിവായിരിക്കും. ഒരുപാട് ആൾക്കൂട്ട മരണങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ ന്യൂസിൽ കാണിച്ചു പണ്ട് മുതലേ. എനിക്ക് സങ്കടം ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു നല്ല ചെറുക്കൻ, അതിനെ വെച്ചിട്ട് അതിന്റെ അച്ഛൻ ഇങ്ങനെ എടുത്തോണ്ട് ന്യൂസിലെല്ലാം. പക്ഷെ കമന്റ് വായിച്ചപ്പം കൂടുതൽ ആ അച്ഛനാണ് ചീത്ത. നിങ്ങൾ എന്തിനാ അതിനെ കൊണ്ടുപോയി? സത്യമല്ലേ? കൊച്ചിനെയൊക്കെ ഇത്രയും തിരക്കിനിടെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു യുവനടന്മാരാണെ പോലും വരുമ്പോ ആൾക്കൂട്ടവും ഒക്കെയാണ് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ആണല്ലോ പിള്ളേരെ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ ഒരു നടനോ ഒരു നടിയോ അവർക്കാർക്കും അല്ല ഉത്തരവാദിത്വം. പിന്നെ നമ്മുടെ സർക്കാരിന് എന്തെങ്കിലും അപകടം പറ്റിയ ഉടനെ വന്നിറങ്ങി രക്ഷിക്കാതെ തിരുവേ കാണുന്നതാണ്. അതെ അതെ. അപ്പം സ്വന്തം മക്കളായ നമ്മള് ശ്രദ്ധിക്കാനിട്ട് എല്ലാവരുടെ അടുത്ത് പോയി കരഞ്ഞു കൊടുത്ത് അവരുടെ
ഇമോഷനാണ് കാണിച്ചത്, എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച കൂടാണത്. അപ്പം അതൊരു എന്താ ഇവള് പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ കിട്ടിയ അത്രയും സന്തോഷം ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കും ഇതുപോലായി. സന്തോഷം ഉണ്ടില്ലെന്നല്ല, നമ്മള് കുഞ്ഞിനെ തൊട്ട് കാണുന്ന TV കാണുന്ന ഒരാളെ നേരിട്ടാണെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു നടൻ. അതെ, അതൊരു മൊമെന്റ് തന്നെയായിരുന്നു. പക്ഷെ ന്യൂസ് കേട്ടപ്പം എന്തോ ഒരു സന്തോഷം വരാനുണ്ട്, പക്ഷെ ന്യൂസ് കേട്ടപ്പം ഒരു മാതിരി അല്ലാതെ. പിന്നെ അവിടുത്തെ ആരായിരുന്നു, രൺവീർ മഹേഷ് ആരെന്നറിയോ, എന്തോ ജില്ലയുടെ എന്തോ ആരോ ആണ്. ഉടനെ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക, മറ്റേ നമ്മുടെ CM-ന്റെ ആൾക്കാരൊക്കെ ഉടനടി തന്നെ ഹോസ്പിറ്റലിൽ എത്തുക. ഇതൊക്കെ ഒരുമാതിരി ഒരു പേടിയല്ല ആവശ്യമില്ലാത്ത കാര്യം വേണ്ട. എന്താണെങ്കിലും അപ്പൊ അങ്ങനൊക്കെയായി മാറി കാര്യങ്ങൾ. എങ്കിലും സന്തോഷമുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, നമ്മൾ വെക്കാം അല്ലേ. എന്റെ വൃത്തികെട്ട മൊത്തം മാത്രം ഞാൻ അപേക്ഷിക്കും. അത് ഞാൻ വെക്കും. അതാ വെയിലും കൊണ്ട് നിന്ന് കൂറ അടിച്ച് നിൽക്കുന്ന. ഇവളാണേലും എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര. ആ തിരക്കിനിടെ നിൽക്കുമ്പോ ഇവളും പ്രതീക്ഷിക്കുന്നില്ല എന്തോ ഇത്ര ആൾക്കാർ വരും, വീഴും. ഞാൻ വീഴുമെന്നോ എന്റെ ചെരുപ്പ് കിട്ടുമെന്നോ ഞാൻ അതുപോലെ ആയിരിക്കും ഓരോരുത്തരും. എന്തോ ഭാഗ്യത്തിന് ഇതുപോലെ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നു. അറ്റ്ലീസ്റ്റ് ഇവക്കാണേലും ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് നീളം ഇല്ലാത്തവരും കൂടെ ആയതുകൊണ്ട് അവിടെ കിടക്കും. ചത്തുപോത്തില്ലേലും എന്തേലും ഒക്കെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാണ്. ഇപ്പൊ ചിലരൊക്കെ വാരിയലൊക്കെ ഒടിഞ്ഞിട്ടാണ് മരിച്ചത്. ശ്വാസം മുട്ടി മരിക്കുന്നത് എന്ത് അവസ്ഥ. നമുക്ക് ലിഫ്റ്റ് ചെന്ന് കയറുമ്പോ തന്നെ എനിക്ക് പേടിക്കും. അതിന് 2 മിനിറ്റ് ചക്കായി നിന്നാൽ ഞാൻ പേടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വാച്ചിൽ ആരും വായിൽ നിലത്ത് കിടക്കണമെന്ന് നോക്കത്തില്ല. നമ്മളാണെങ്കിലും നോക്കത്തില്ല. നമ്മളെ ഇങ്ങനെ രക്ഷിക്കാൻ നമ്മൾ നോക്കില്ല, ചവിട്ടി കയറി പോകും. അങ്ങനെ പൊലിഞ്ഞു പോയ ഓരോ ആൾക്കാരുടെയും കുടുംബത്തിനെല്ലാം സഹിക്കാനുള്ള ശേഷി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാതെ നമുക്ക് പറ്റത്തുള്ളൂ. വീട്ടുകാരെ വിഷമിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ അനുശോചനം അറിയിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെന്താ, നമ്മളപ്പം കുറച്ച് നെഗറ്റീവിലോട്ടൊക്കെ പോയി, മൈൻഡ് മാറിപ്പോയി. സംസാരം വന്നപ്പോഴേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. പിന്നെ ഇത് നാളെ ഞങ്ങളെ വരുന്ന കുക്കിംഗ് വ്ലോഗ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. കാരണം ഇത് തന്നെ ഇപ്പൊ ലെങ്ത് ആയെന്ന് തോന്നുന്നു. അതെല്ലാരും കാണണം, ഇതും കാണണം. ട്രാജഡി. അതെ, എക്സ്പീരിയൻസ് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർക്കൊക്കെ പുള്ളിയെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമായിട്ടാ. അപ്പൊ പെട്ടെന്ന് കേൾക്കുന്നവർക്ക് ഒക്കെ തോന്നുന്നതാണ് ഇത്ര വലിയ കാര്യമൊന്നും. അതെ, എനിക്ക് എന്തുമാത്രം പുള്ളി ഇഷ്ടമാണുള്ളത് ഇവക്കറിയാം. അതാണ്. ഇപ്പം കൊച്ചിലെ പോലെ ഇത് ഇപ്പോഴത്തെ ഒന്നും പറയാന്തല്ല, ചെറുപ്പനാൾ മുതലേ വലിയൊരു ആരാധികയാണ്. അപ്പം ഒരു ഫാൻ ഗേൾ മൂമെന്റ് ആണ് കണ്ടത്. അതെ. പിന്നെന്താ, പുള്ളി ഏത് സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കുന്നത് കാരണം ഭയങ്കര കളോ. അപ്പം അതൊക്കെയാണ് വിജയെ കണ്ടതിന്റെ വിശേഷങ്ങൾ. അപ്പം എനിക്ക് ഈ ഫ്യൂച്ചറിൽ പറയാം, ഞാൻ വിജയെ കണ്ടു, നിന്ന് കണ്ടു, കിടന്ന് കണ്ടു, ചെരുപ്പ് പൊട്ടിച്ചു. മീൻസ് ഈവൻ ഒരു ഗ്ലാസിനകത്ത് ചില്ലിൻകൂട്ടിനകത്തും അല്ല കണ്ടത്, പുള്ളി ഗ്ലാസ് ഒക്കെ അതൊക്കെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഒന്നും പറ്റാതെ വന്നു, അതും ഒരു വലിയ ഭാഗ്യമാണ്. വീട്ടുകാരുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് പറ്റിയില്ല. അപ്പൊ ഇനിയാണല്ലോ പറ്റിയിട്ടില്ല അല്ല, ഇനിയാണല്ലോ ഞങ്ങളും അത് ശ്രദ്ധിക്കും അല്ലേ. അതുപോലെ ഓരോരുത്തരും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മുടെ ആരാധന കാരണം നമ്മൾ കാണാൻ ചെല്ലും. പക്ഷെ നമ്മുടെ സെറ്റ് നമ്മൾ നോക്കണം. പിന്നെന്താ, കോളേജിലെ വിശേഷം എന്താ? വേറെ എന്തെങ്കിലും? കോളേജിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിസൾട്ട് വന്നു. അടുത്ത എക്സാം. എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് കമന്റ് ചെയ്യണം. ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് വന്നു, അവള് പാസ്സായി. പ്രതീക്ഷിച്ചതിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം പേപ്പർ കവർ ചെയ്യാന്നുള്ളതാണ്. ഒരു 36 സംതിങ് പേപ്പർ കവർ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും അധികം പേപ്പർ എടുക്കുന്നു. ഒരു 15 കൂടുതൽ തന്നെ എടുത്തവര് വിരളാണ്. അപ്പം ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ആയി. നെക്സ്റ്റ് ടൈം നമ്മളിതിലും നല്ല മാർക്ക് വാങ്ങിക്കും അല്ലേ? എനിക്ക് അതിൻ്റെ ഇവിടെ അടുത്ത പ്രാവശ്യം ഉള്ളത് ബയോകെമിസ്ട്രി ആണ്. മീസിങ് പഠിച്ചവരുണ്ട്, അവർക്കറിയാം ബയോകെമിസ്ട്രി.
തന്നെ 2 മാസത്തെ പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ഈ 2 മാസം ഓടിച്ചു വിടാം. 2 മാസമല്ല, 1 മാസം മുന്നിൽ ഇത് ഓടിച്ചു വിടലായിരിക്കും. നവംബറിൽ എക്സാം വരുന്നു. നവംബർ 11, 17 ആണ്. പിന്നെ എപ്പോഴും അവധി ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷെ വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസം ഇവിടെ ഉണ്ട്. അതിന് ഞാൻ എൻ്റെ കോളേജുകാരോട് കടപ്പെട്ടിരിക്കുന്നത്. അത് കാരണം നല്ല രീതിക്ക് അവധി വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പൂജ ഹോളിഡേ ആണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും ദീപാവലിയുടെ അവധി വരുന്നുണ്ട്. വിടുമെന്നാണ് എന്റെ പ്രതീക്ഷ. നവംബറിൽ എക്സാം ആയതുകൊണ്ട് വിടുമോ ഇല്ലെന്നൊരു ഡൗട്ടും ഉണ്ട്. വിടണം എന്നാണ് എന്റെ പിന്നെ വീഡിയോയിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴായിട്ട് ഇവള് സജീവമല്ലാതിരിക്കുകയായിരുന്നു. കാരണം ഇവള് ഇടയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങനെ കാണുന്നത് വളരെ കുറവാ. വീട് തൊട്ടടുത്തൊന്നും അല്ലല്ലോ. ഒന്നെങ്കിൽ അങ്ങോട്ട് വന്നാലും അന്നേരം വിശേഷം പറയും പിരിയും. അങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടാറില്ല. കാരണം എനിക്ക് പിറ്റേ ദിവസം കോളേജ് ജോലിക്കൊക്കെ പോകണം. അപ്പം ഞാൻ അങ്ങനെ നിൽക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഇവിടെ ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ഉള്ള സമയത്തായിരിക്കും 2-3-4 ദിവസം നിൽക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് മാക്സിമം ഒരാഴ്ച അവധി. ഇന്ന് തന്നെ ഇപ്പോൾ പൂജയുടെ അവധി, ഗാന്ധി ജയന്തി അതൊക്കെ ഉള്ളതുകൊണ്ട്. പൂജ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് പൂജ, അവർക്ക് ആയുധ പൂജ, എന്തൊക്കെയോ പൂജകൾ, കുറെ പൂജകൾ നമുക്ക് ഓൾറെഡി നമ്മളൊന്നും വെക്കാത്തോണ്ട്. അവര് എന്തൊക്കെയോ ഓരോ ദിവസം ഓരോന്നാ വെക്കുന്നത്. എന്ന് മൃഗങ്ങളെയൊക്കെ വെക്കൂല്ലോ അവര് പൂജ. അവരുടെ മാട്. നെക്സ്റ്റ് അടുത്തത് മാട്. പിന്നെ അവരുടെ ആയുധങ്ങൾ വെക്കാൻ ഒരു ദിവസം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. നാളെ ഒരു ഷോർട്സ് ഇടുന്നുണ്ട്. ഇവളുടെ ഡെക്കറേഷൻസ് പൊട്ടിക്കണം. റൂം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ അത് വിടുന്നതായിരിക്കും. അപ്പം വീടൊക്കെ അലങ്കരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനും അത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെന്താ, ഇതൊന്നും തീരുന്നില്ല. എത്ര വേണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പൊളിക്കുക ഇത്ര ഒന്നും പോരായിരിക്കും. കാരണം സവാള അതുപോലെ മൊത്തം എടുക്കണമെന്നല്ലേ പറഞ്ഞേ. കണ്ണൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹം തൂക്കത്തിലാണ്. കാരണം ഈ സമയത്ത് ഞങ്ങൾ രണ്ടും മാത്രം എഴുതിയിട്ടിരിക്കുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ വീടുകളിൽ കിടന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാവേ. കാരണം ഇത്രയാണോ നമുക്കൊരു ധാരണയില്ല. നമ്മൾ എന്തായാലും ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. എനിക്ക് അന്ന് ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ നന്നായി എടുക്കാന് നിന്റെ ഫോണും താഴെപ്പോവും. പിടിക്കാൻ നീയും ആ സമയത്തല്ല, ഞങ്ങൾക്ക് കോളേജിൽ ഫോൺ അലോഡ് ഇല്ല. ആ സമയത്തല്ല, ഞങ്ങള് കോളേജിൽ നിന്ന് ഞങ്ങൾ കിട്ടി വീട്ടിലോട്ട് വരാൻ നേരം ഇങ്ങനെ പറഞ്ഞു വരാനായിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അത് ഞങ്ങളുടെ ഫോൺ അവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ ഓൺ ആക്കുന്നുണ്ട് നല്ല സ്റ്റക്കാണ്. അവിടെ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. നോക്കിയപ്പോ പാതി സ്റ്റക്ക്. അപ്പൊ പിന്നെ ഫോൺ 2 ദിവസം അങ്ങനെ ആയിരിക്കും. പിന്നെ ഇപ്പോഴാണ് ചെരുപ്പ് പൊട്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല കാറ്റ്. എന്റെ ഫോണിലെല്ലാം മണ്ണായി. ഇതെന്റെ ചെരുപ്പ്. എങ്ങനെയാണ് എന്റെ ചെരുപ്പ് പൊട്ടിയത്? വിജയെ കണ്ട്. അതെ, ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ നേരം കോളേജിന്റെ ഫ്രണ്ടിൽ എന്റെ ചെരുപ്പ് പൊട്ടി കിടപ്പുണ്ടായിരുന്നു. കുറെ ചെരുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ചെരുപ്പ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഷൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിട്ടുണ്ട് വന്നു. അപ്പം നമ്മളെ എക്സ്പീരിയൻസും എന്താ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് എല്ലാം ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ അതിനെ എടുത്ത് കാര്യം കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു മോറലും കൂടെ ആയിട്ട് നിങ്ങൾ ഇതെടുക്കണം. അതെ, അപ്പം വൈൻഡപ്പ് ചെയ്യാം. അതെ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇത് പണിയൊന്നും ഒന്നും എത്തിയിട്ടില്ല. ഞങ്ങളത് അതിനകത്ത് കോൺസെൻട്രേറ്റ് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് പറ്റാനില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കിടന്നു തുടങ്ങാൻ. അതെ, എന്നിട്ട് വേണം രാവിലെ എണീക്കുക. അപ്പോൾ എന്താ ഞങ്ങൾ ഇനി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ എന്താ പറയണ്ടേ, എന്തിലൊക്കെ ചെയ്തോ. ഹായ് ഗൈസ്, ഞാൻ ഇരിക്കുന്നുണ്ട്. കമന്റൊക്കെ വരുമല്ലോ. പിന്നെ ഇന്റർനാഷണൽ
ഇരിക്കല്ലേ ഇങ്ങനെ ചുളങ്ങനെ പുറത്തെടുക്കാൻ പറയുന്നു എന്തോ ഒരു അതൊക്കെ തെളിയുമല്ലോ തെളി എങ്ങനെ തെളിവ്. അത്രേ ഉള്ളൂ അതിൽ കൂടുതലായിട്ടൊന്നും പറയില്ല നീ എങ്ങനെ ഇതിങ്ങനെ കണ്ണു നീ ഒരു തമിഴിന്റെ ഫോട്ടോ എടുത്തോട്ടെ ഒന്ന് വരുമോ